നമസ്കാരം. ലക്നൌവിൽ ദാരുണമായ കൂട്ടക്കൊലപാതകവും ആത്മഹത്യയും. പ്രണയിച്ചു വിവാഹം കഴിച്ച ഭാര്യയെ ജോലിസ്ഥലത്തെത്തി വെടിവെച്ചു കൊന്ന ശേഷം സ്വന്തം വീട്ടിലെത്തി മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയെയും വധിച്ച് SBI ജീവനക്കാരൻ ജീവനൊടുക്കി. SBI ജീവനക്കാരനായ മാനസ് വാജ്പേയിയാണ് ICICI ബാങ്ക് ജീവനക്കാരിയായ ഭാര്യ ദിവ്യ മിശ്ര, മാനസിന്റെ സ്വന്തം സഹോദരി ശിവ വാജ്പേയി എന്നിവരെ ദാരുണമായി കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ വിറങ്ങലിപ്പിച്ച ഈ ചോരക്കളി നടന്നത്. കൃത്യം ചെയ്ത ഉടൻ തന്നെ മാനസ് തന്റെ വാട്സപ്പിൽ പങ്കുവച്ച സ്റ്റാറ്റസാണ് പോലീസിനെയും അയൽക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 ക്രൂരമായ കൊലപാതക പരമ്പരകൾക്ക് തുടക്കമാകുന്നത്. ഭാര്യ ദിവ്യ മിശ്ര ജോലി ചെയ്യുന്ന ലക്നൌ ഗോമതി നഗറിലെ ICICI ബാങ്ക് ശാഖയിലെത്തിയ മാനസ് വാജ്പേയി ദിവ്യയെ ഓഫീസിന് പുറത്തേക്ക് വിളിച്ചിറക്കി സംസാരിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പ്രകോപിതനായ മാനസ് താൻ കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് ദിവ്യയ്ക്ക് നേരെ തുടരെ വെടിയുതിർക്കുകയുമായിരുന്നു. ബാങ്കിന് മുന്നിൽ വെടിയേറ്റ് വീണ ദിവ്യയെ ഉടൻ തന്നെ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഭാര്യയെ ചോരക്കളത്തിൽ ഉപേക്ഷിച്ച് സംഭവസ്ഥലത്തു നിന്നും കാറിൽ ഓടി രക്ഷപ്പെട്ട മാനസ് വാജ്പേയി നേരെ സ്വന്തം വീട്ടിലേക്കാണ് പാഞ്ഞെത്തിയത്. വീട്ടിലെത്തി ഉടൻ തന്നെ ബാങ്കിൽ നടന്ന കൊലപാതക വിവരങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വീട്ടിൽ വലിയ ശബ്ദത്തിൽ ഹനുമാൻ ചാലിസ് പ്ലേ ചെയ്തു. തുടർന്നാണ് വീട്ടിലുണ്ടായിരുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന സ്വന്തം സഹോദരി ശിവയെ ഇയാൾ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സഹോദരിയുടെ മരണം ഉറപ്പാക്കിയ ശേഷം അതേ തോക്ക് ഉപയോഗിച്ച് മാനസ് സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത് ജീവനൊടുക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 വലിയ ബഹളത്തോടെയും വിയർത്തുകുളിച്ചുമാണ് മാനസ് വീട്ടിലേക്ക് ഓടിക്കയറിയതെന്ന് അയൽവാസികൾ പറയുന്നു. എന്നാൽ തൊട്ടടുത്ത ബാങ്കിൽ നടന്നു തീർന്ന കൊലപാതകത്തിന്റെ വിവരങ്ങളൊന്നും ആ സമയത്ത് നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ഉടൻ തന്നെ മാനസ് വാജ്പേയി വാട്സപ്പിൽ പങ്കുവച്ച ഞെട്ടിക്കുന്ന സ്റ്റാറ്റസാണ് ക്രൂരകൃത്യത്തിന്റെ വ്യാപ്തി പുറത്തുവിട്ടത്. എന്നെ വഞ്ചിച്ച ഭാര്യയെ ഇന്ന് ഞാൻ കൊന്നു, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ സഹോദരിയെയും കൊല്ലും, അവളുടെ സഹോദരി പ്രഗ്യയ്ക്കും ഭരത്തിനും എല്ലാം അറിയാം എന്നായിരുന്നു മാനസ് വാട്സപ്പിൽ കുറിച്ചത്. ഈ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് സംശയം തോന്നിയ അയൽവാസികളും ബന്ധുക്കളും ഉടൻ തന്നെ ഇയാളുടെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മാനസിനെയും സഹോദരി ശിവയെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. വിവരം ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥരായ മാനസ് വാജ്പേയിയും ദിവ്യ മിശ്രയും 12 വർഷം മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത്. എന്നാൽ അടുത്ത കാലത്തായി ഭാര്യയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്നും തന്നെ വഞ്ചിക്കുകയാണെന്നും ആരോപിച്ച് മാനസ് ദിവ്യയുമായി നിരന്തരം വഴക്കിട്ടിരുന്നു. സംശയരോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ 1 വർഷമായി ഇരുവരും പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. കോടതിയിൽ ഇരുവരുടെയും വിവാഹമോചന കേസ് നടന്നു തീരുന്നതിനിടയിലാണ് തികച്ചും ആസൂത്രിതമായി മാനസ് ഈ കൂട്ടക്കുരുതി നടത്തിയത്. താൻ മരിച്ചാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിക്ക് നോക്കാൻ ആരുമില്ലാതെയാകുമെന്ന ചിന്തയാകാം സഹോദരിയെ കൂടി വധിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഗോമതി നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.